ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ യഥാർത്ഥമായ സ്വരൂപത്തെ മറച്ചിരിക്കുന്നത് ഈ ദേഹമാണ്. ദേഹോഹ ബുദ്ധിക്കധീനരായാൽ സ്വന്തദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ. ആത്മോഹ ചിന്തയ്ക്കധീനരായാൽ സ്വന്തദേഹം നയിക്കും നിയാമകർണം. ഇതൊരു പരമസത്യമാണ്. നമ്മെ ഇവിടെ ഈ ലോക വിഷയങ്ങളുടെയെല്ലാം അടിമയാക്കി മാറ്റിയിരിക്കുന്നത് ദേഹോഹ ചിന്തയാണ്. ദേഹോഹ ചിന്തയ്ക്കധീനരായാൽ സ്വന്തദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ. ഈ ദേഹത്തെ ചുമക്കുന്ന ചുമട്ടുകാരാണ് നമ്മൾ. എന്നാൽ ആത്മോഹചിന്തയ്ക്കധീനരായാലോ ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകരാണ് നാം. ഇവിടെ ഇതിൻ്റെ ഉടമ അടിമയായിരിക്കുന്നു. ഈ അടിമത്വത്തിൽ നിന്നും നമുക്ക് മോചനം നേടണമെങ്കിൽ നാം പരമാർത്ഥ സത്യം ബോധിച്ചേ മതിവരും. ഈ പരമാർത്ഥ സത്യം അറിയാതിരിക്കാൻ എന്താണ് കാരണം? ഇത്തനു ഞാനെന്ന ഭാവച്ചരടിങ്കൽ. ഇത്തനു ഈ ശരീരം, ഇത്തനു ഞാനെന്ന ഭാവച്ചരടിങ്കൽ വൃത്തിരുദ്രാക്ഷങ്ങൾ കോർത്തിരിപ്പൂ. നമ്മുടെ ചിത്തവൃത്തികളാകുന്ന, നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങളാകുന്ന, വിചാരങ്ങളാകുന്ന രുദ്രാക്ഷങ്ങൾ കോർത്തിരിക്കുന്നു. എവിടെ? ദേഹമാകുന്ന ചരടിൽ. ഇത്തനു ഞാനെന്ന ഭാവച്ചരടിങ്കൽ, ഈ ശരീരം ഞാനാണെന്ന ഭാവമാകുന്ന ചരടിലാണ് വൃത്തികളാകുന്ന രുദ്രാക്ഷം കോർത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നത് ഞാനെന്ന ചരടൻ, ഈ ശരീരം ഞാനാണ്. ദേഹോഹ ബുദ്ധിയാകുന്ന ചരടിൽ ഈ സങ്കല്പങ്ങളാകുന്ന രുദ്രാക്ഷം കോർത്തിരിക്കുന്നു. ഇത്തനു ഞാനെന്ന ഭാവച്ചരടിങ്കൽ, ഈ ശരീരമാണ് ഞാനെന്ന ഭാവമാകുന്ന ആ ചരടിൽ വൃത്തിരുദ്രാക്ഷങ്ങൾ കോർത്തിരിപ്പൂ. വൃത്തികളാകുന്ന, വൃത്തികൾ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ, ചിത്തവൃത്തികൾ. ആ മനസ്സിൻ്റെ അവിടെ ശുദ്ധി എന്ന അർത്ഥം അല്ല കൊടുത്തിരിക്കുന്നത്. മനസ്സിൻ്റെ വൃത്തി എന്ന് പറയുമ്പോൾ ചിത്തവൃത്തികളെ മനസ്സിൻ്റെ ശുദ്ധി എന്ന അർത്ഥത്തിലല്ല, അതിൻ്റെ പ്രവൃത്തികൾ, അതിൻ്റെ സങ്കല്പങ്ങൾ, അതിൻ്റെ ചാഞ്ചല്യം, അതിൻ്റെ അശുദ്ധി എന്നുകൂടി അവിടെ നാം അർത്ഥമെടുക്കണം. അപ്പോൾ ചിത്തവൃത്തികളാകുന്ന, ചിത്തത്തിൻ്റെ ചാഞ്ചല്യമാകുന്ന രുദ്രാക്ഷങ്ങൾ കോർത്തിരിക്കുന്നത് ഞാൻ ദേഹമാണെന്ന തോന്നലാകുന്ന ചരടിലാണ്. ഞാൻ ദേഹമാണെന്ന തോന്നലാകുന്ന ചരടിന്മേലാണ് ചിത്തവൃത്തികളാകുന്ന രുദ്രാക്ഷങ്ങൾ കോർത്തിരിക്കുന്നത്. ആ രുദ്രാക്ഷമാണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്. ഈ രുദ്രാക്ഷം മാറിയിട്ട് നാം ധരിക്കേണ്ടത് രുദ്രൻ്റെ അക്ഷത്തെയാണ്. രുദ്രൻ എന്നാൽ പരമശിവൻ, സർവവിഷയങ്ങളെയും ദഹിപ്പിക്കുന്ന ആ രുദ്രൻ, രൗദ്രഭാവം. കാരണം വിഷയങ്ങളോട് രൗദ്രത കാണിച്ചാൽ മാത്രമേ അത് നമ്മെ ദ്രോഹിക്കാതിരിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള രുദ്രഭാവമാകുന്ന ആ വൃത്തികളിൽ കോർത്തിരിക്കുന്ന രുദ്ര അക്ഷം, ശിവൻ്റെ കണ്ണുകൾ. രുദ്രൻ്റെ കണ്ണിനാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്. കണ്ണെന്നാൽ കാഴ്ച. നമ്മളിൽ ഈ ലോക വിഷയങ്ങളൊക്കെ അനിത്യമാണ് എന്ന തോന്നൽ വേണം. അതിന് നമ്മളിൽ ദിവ്യമായ ദൃഷ്ടി തെളിയണം. ആ ദിവ്യമായ ദൃഷ്ടിക്കാണിവിടെ രുദ്രാക്ഷം എന്ന് പറയുന്നത്. ആ രുദ്രാക്ഷം ധരിക്കേണ്ടതിന് പകരം ഇപ്പോൾ നമ്മൾ വൃത്തിരൂപത്തിലുള്ള രുദ്രാക്ഷമാണ് ധരിച്ചിരിക്കുന്നത്. അത് എവിടെയാ കോർത്തത്? ദേഹം ആണ് ഞാനെന്ന ചരടിൽ.
ദേഹമാണ് ഞാനെന്ന ചരടിൽ കോർത്തിരിക്കുന്ന രുദ്രാക്ഷം ധരിക്കുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചം സത്യമായി മാത്രമേ തോന്നുകയുള്ളൂ. എന്നാൽ ദിവ്യമായ കാഴ്ചപ്പാടിലൂടെ, അതാണ് സുദർശനം, നേരായ കാഴ്ചപ്പാടിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം ആ പരമാത്മാവിൻ്റെ വിലാസങ്ങളായി നമുക്ക് തോന്നും. അത്തരം കാഴ്ചകളാണ് നമുക്ക് വേണ്ടത്. ആ കാഴ്ചകളെ മറച്ചിരിക്കുന്നത് ഈ ചിത്തവൃത്തികൾ ആകുന്ന രുദ്രാക്ഷമാണ്. ഇത് ധരിക്കുന്ന കാലം വരെ ചിത്തവൃത്തികളാകുന്ന രുദ്രാക്ഷത്തെ നാം കളഞ്ഞ് ആത്മവൃത്തികളാകുന്ന രുദ്രാക്ഷം, അതായത് ശിവൻ്റെ അക്ഷിയാകുന്ന ദിവ്യദൃഷ്ടിയാകുന്ന രുദ്രാക്ഷം നാം ധരിക്കേണ്ടിയിരിക്കുന്നു. ആത്മവിചാരമാകുന്ന, ദേഹവിചാരം പോയി ആത്മവിചാരമാകുന്ന ചരടിൽ കോർത്ത് ദിവ്യമായ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമായി നമുക്ക് ബോധ്യമാകും. നാം ഓരോരുത്തരും അതുതന്നെയാണെന്ന പരമസത്യം നമുക്ക് വെളിവായി കിട്ടും. ഇത്തനോ ഞാനെന്ന ഭാവച്ചരാടിങ്കൽ വൃത്തിരുദ്രാക്ഷങ്ങൾ കോർത്തിരിപ്പൂ.